ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ തന്നെയല്ലേ? ആർക്ക്? ബർത്ത്ഡേ ഉള്ളവർക്ക്. അതങ്ങനെ തന്നെ. കുറെ വിഷസ് കിട്ടും. ചിലവർക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് സർപ്രൈസ് ആയി ഗിഫ്റ്റ് വരെ കൊടുക്കും. അതെ അതെ. പിന്നെ ബർത്ത്ഡേ ബോയുടെ വക നല്ലൊരു ട്രീറ്റും. നിന്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഓർമ്മയില്ലേ? അതിന് ഞാൻ ട്രീറ്റ് ഒന്നും തന്നില്ലല്ലോ. ഇല്ല തന്നില്ല. പക്ഷെ ഞാൻ സർപ്രൈസ് ആയി ഒരു ഗിഫ്റ്റ് തന്നിരുന്നു, ഓർമ്മയില്ലേ? പിന്നെ ആ ക്യാമറ അല്ലേ ഞാൻ ഉപയോഗിക്കലുണ്ട്. റീൽസ് ഒക്കെ ഞാൻ അതിലെടുക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഫ്രഷ് പോലെ 20,000 ആയുള്ളൂന്നേ. അത്രേ ഉള്ളൂരേ. കണ്ടാ നല്ല റേറ്റ് തോന്നും. അതാണ്. ഭയങ്കര സർപ്രൈസ് ആയിരുന്നില്ലേ നിനക്ക്? പിന്നെ അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി. എന്റെ ഫോൺ ഇന്നലെ കയ്യിൽ നിന്ന് വീണടോ. ഡിസ്പ്ലേ എല്ലാം അടിച്ചുപോയി. കടയിൽ കൊടുത്തോ പറയാ പുതിയതൊന്നും എടുക്കുന്ന നല്ലതെന്ന്. അയ്യോ എന്നിട്ടെന്ത്? പുതിയതൊന്നും എടുക്കണം എന്ന് വിചാരിക്കണ്ട്. അല്ലടിയാ, നിന്റെ ബർത്ത്ഡേ ഈ മാസല്ലേ? നീ മറന്നിട്ടില്ല അല്ലേ? ഞാനത് മറന്നിരിക്കായിരുന്നു. അങ്ങനെ മറക്കാനൊക്കോ? എന്നായിരുന്നു അത്? ഈ 17-ാം തീയതി ആയിട്ട് വരും. അത് നാളല്ലേ? നാളെ അല്ലേ? ഷോ എത്ര പെട്ടെന്നാ. എന്തായാലും അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് അളിയാ. നാളെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്താടാ? അതൊക്കെ ഉണ്ട്. സർപ്രൈസാ. എന്നാലും സർപ്രൈസാന്ന്. അളിയ, വാട്ട് എ സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു നൻപ. ഷെടാ, നീ അത് മറന്നില്ലേ? എങ്ങനെ മറക്കാനാ ചങ്കേ? അയ്യോ എന്തത്? ബർത്ത്ഡേ ഗിഫ്റ്റാ? സർപ്രൈസ് ആയില്ലേ? ശരിക്കും ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എങ്ങനെയുണ്ട്? നീ പുതിയ ഫോൺ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് വാങ്ങിക്കുമ്പോൾ ആളെ കവറാ. ഇത് സ്ട്രോങ്ങാ. ഇനി നിലത്ത് വീണാലും ഒരു കുഴപ്പമുണ്ടാവില്ല. താങ്ക്സ് വേണ്ട, ട്രീറ്റ് മതി. പിന്നെ ഈ കവറിന് പറ്റിയ ഫോൺ തന്നെ വാങ്ങിക്കണം കേട്ടോ.